ഇത് നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ശരിക്കും ഈ വീഡിയോ ഞാൻ എടുത്തത് ഡിസംബറിലാണ്. ഡിസംബർ 3 ആയിരുന്നു നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേ. അന്ന് ഞാനിത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ നല്ല തിരക്കായി പോയതുകൊണ്ട് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എന്തോ ആവശ്യമില്ലാത്ത കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് ഫോൺ നോക്കിയ സമയത്താണ് ഈ ഒരു വീഡിയോ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന്, അങ്ങനെ ഇടുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പുക്കുട്ടൻ്റെ 5 വയസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളങ്ങനെ വലുതായിട്ട് ആഘോഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ 3 പേരും മാത്രമായിട്ട് കേക്കൊക്കെ മുറിച്ച് പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ അപ്പുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതും കേക്ക് മുറിക്കുന്നതും ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ. ആശാന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ മുറിച്ചു. പക്ഷേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം അപ്പുക്കുട്ടൻ്റെ ഡ്രസ്സായിരുന്നേ. കാരണം ഞാനിത് തെമുന്നാണ് ഓർഡർ ചെയ്ത സമയത്ത് ശരിക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അപ്പുക്കുട്ടന് കറക്റ്റ് പാകമായിരിക്കുമോ, നല്ല മെറ്റീരിയൽ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം കറക്റ്റ് അളവ് നല്ല മെറ്റീരിയൽ വരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുക്കുട്ടന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞങ്ങളൊരു ചെറിയ സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റൂമിനകത്ത് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് മേടിച്ചത്. കാരണം ഇതെന്തായാലും കുറച്ച് നാളത്തേക്കേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒന്ന് ഓടിച്ച് ഒന്ന് പഴിച്ചൊക്കെ വന്നു കഴിയുമ്പം കുറച്ചുകൂടെ വലുത് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അപ്പുക്കുട്ടന് ചെറിയ കുറച്ച് ടോയ്സുകളാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പുക്കുട്ടന് എപ്പോഴും ഈ ചെറിയ ടോയ്സിനോടാണ് താല്പര്യം കൂടുതൽ. അവനിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു ഷോപ്പിൽ ചെല്ലുമ്പോഴേ ഏറ്റവും ആദ്യം വലിയ ടോയ്സ് അപ്പുക്കുട്ടൻ വേണമെന്ന് പറഞ്ഞ് പിടിക്കും. പക്ഷേ ഏറ്റവും അവസാനം ഏറ്റവും ചെറുതും കൊണ്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അങ്ങനെയാണ് അപ്പുക്കുട്ടനെ. അങ്ങനെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അപ്പോൾ എനിക്കിതിഷ്ടമാണ്, ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് സെലക്ട് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സുകളായിരുന്നു ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അപ്പുക്കുട്ടൻ ഭയങ്കര ഹാപ്പിയായിരുന്നേ. അപ്പുക്കുട്ടൻ്റെ നമ്മൾ 1 വയസ്സ് പിറന്നാൾ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 വയസ്സ് പിറന്നാളുമാണ് ആഘോഷിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും നമ്മളങ്ങനെ വലുതായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം 5 വയസ്സിൻ്റെ ഞങ്ങളങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിച്ചില്ല. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ചെറിയ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയിരുന്നു. ബിരിയാണിയും പായസമൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ.